ബി.ജെ.പിയും ആർ.എസ്.എസും രാജ്യത്തുടനീളം വിദ്വേഷവും അക്രമവും പ്രചരിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എവിടെ പോയാലും ജാതികൾ, മതങ്ങൾ, സംസ്ഥാനങ്ങൾ, ഭാഷകൾ എന്നിവയ്ക്കിടയിൽ വിഭജനം സൃഷ്ടിക്കാനും സംഘർഷം സൃഷ്ടിക്കാനുമാണ് അവർ ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജമ്മു കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹാരി, ഗുജ്ജർ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാനാണ് ബി.ജെ.പി ശ്രമിച്ചതെന്നും പാർട്ടിയുടെ ഈ പദ്ധതി പരാജയപ്പെടുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. സ്നേഹം കൊണ്ട് മാത്രമേ വിദ്വേഷത്തെ മറികടക്കാൻ കഴിയൂ. ഒരു വശത്ത് വിദ്വേഷം പരത്തുന്നവരും മറുവശത്ത് സ്നേഹം പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ നൽകി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. എല്ലാവരും തുല്യരാണെന്നും അവർ ആരെയും പിന്നിലാക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ജമ്മു കശ്മീരിലെ ജനങ്ങൾ തനിക്ക് അതിന് നിർദ്ദേശം നൽകിയാൽ മതിയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ലോക്സഭാ ഫലത്തിന് ശേഷം പ്രതിപക്ഷം ശക്തി പ്രാപിച്ചെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ജനവിരുദ്ധ നിയമങ്ങൾക്കും നയങ്ങൾക്കുമെതിരെ ഒറ്റക്കെട്ടായി നിൽക്കും. നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യക്തമാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ മനഃശാസ്ത്രത്തെ സ്വാധീനിച്ചു. ഇപ്പോൾ അദ്ദേഹം മുൻപുണ്ടായിരുന്നത് പോലെയല്ല. ഇന്ത്യ സംഘം വിദ്വേഷമോ അക്രമമോ അവലംബിച്ചിട്ടില്ലെന്നും ബി.ജെ.പിയുടെ അജണ്ടയെ സ്നേഹത്തോടെയും അനുകമ്പയോടെയുമാണ് നേരിട്ടതെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. കേന്ദ്രഭരണ പ്രദേശങ്ങൾ പലപ്പോഴും സംസ്ഥാനങ്ങളാക്കുകയോ സംസ്ഥാനങ്ങൾ വിഭജിച്ച് പുതിയ സംസ്ഥാനങ്ങളാക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു സംസ്ഥാനം രണ്ടായി വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണെന്നും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടിയെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. നേരത്തെ ജാതി സെൻസസ് വൈകുന്നതിലും രാഹുൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ബി.ജെ.പി ബഹുജൻ വിരുദ്ധരാണെന്നും എത്ര നുണകൾ പ്രചരിപ്പിച്ചാലും സംവരണത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു. ജാതി സെൻസസ് എന്ന വാക്കു പറയാൻ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭയപ്പെടുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ജമ്മു കശ്മീരിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രചരണം നടത്തിയത് ജനങ്ങൾക്ക് ആവശ്യമായി. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി 2 റാലികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ പൂഞ്ചിലെ സുരൻകോട്ട് ഏരിയയിലെത്തിയ രാഹുൽ എ.ഐ.സി.സി സെക്രട്ടറിയും ഒഡീഷയുടെ സഹചുമതലക്കാരനുമായ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാനവാസ് ചൗധരിക്കു വേണ്ടി വോട്ട് അഭ്യർത്ഥനയും റാലിയും നടത്തി. കോൺഗ്രസിന്റെയും നാഷണൽ കോൺഫറൻസിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയാണ് ഷാനവാസ് ചൗധരി. സുരൻകോട്ട് അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഗുജ്ജർ സ്ഥാനാർത്ഥിയും ബി.ജെ.പിയുടെ പഹാരി സ്ഥാനാർത്ഥിയും തമ്മിൽ ശക്തിയേറിയ മത്സരമാണ് നടക്കുന്നത്. നേരത്തെ ജമ്മു കശ്മീരിലെ 2 റാലികളിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ബനിഹാലിലെ സംഖൽദൻ ഏരിയയിലും ദക്ഷിണ കശ്മീരിലെ ദൂരു മേഖലയിലുമായിരുന്നു തുടക്കത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കോൺഗ്രസ് നേതാക്കൾ സജീവ പ്രചരണമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. 3 റാലികളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി തന്നെ 2 തവണ കശ്മീർ സന്ദർശിച്ചിരുന്നു. ജമ്മു മേഖലയിലെ 2 ജില്ലകളായ രജൌരി, പൂഞ്ച്, കശ്മീർ മേഖലയിലെ 3 ജില്ലകളായ ശ്രീനഗർ, ബുദ്ഗാം, ഗന്ദർബൽ എന്നിവിടങ്ങളിലെ വോട്ടർമാർ വോട്ടെടുപ്പിലേക്ക് പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചരണത്തിന്റെ അവസാന ദിവസമാണിന്ന്. 26 മണ്ഡലങ്ങളാണ് 2ാം ഘട്ടത്തിൽ ജനവിധി എഴുതുന്നത്. 238 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സര രംഗത്തുള്ളത്.